ഇപ്പോൾ കോടതിയിലോ അല്ലെങ്കിൽ ഇവർ മറ്റുള്ള ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിംഗർ പ്രിന്റിന്റെ അതേ ക്രൈമാണ് ഗാർഡിയനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നു, അതിനുശേഷം അവൾക്ക് അതേക്കുറിച്ച് ആദ്യം അവൾ ഹൈഡ് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അത് കൂടുതൽ ഇൻസിസ്റ്റൻ്റ് ആയിട്ട് വന്നപ്പോൾ അവൾ അവളുടെ ഗാർഡിയനെ വിവരം അറിയിക്കുന്നു. ഗാർഡിയൻ വരുന്നു, ഈ ക്രൈമിൽ രണ്ടുപേര് ഇൻവോൾവ് ആവുന്ന മനസ്സിലാവുന്നു. ആ രണ്ടുപേരെ അവർ കൊല്ലുന്നു. കൊന്നതിന് ശേഷം ഈ രണ്ട് കൊലപാതകങ്ങളിലെ തെളിവ് നമ്മൾ മിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് പോലീസിനെ ലീഡ് ചെയ്യുന്നത്. അവസാനം പക്ഷേ പോലീസ് മണ്ടനല്ല, അവർ നല്ലതാണ്. ഈ കൊല നടത്തിയ ആൾ നല്ല ആളാണ്, ചീത്തയായിട്ടുള്ള ആളാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ രണ്ടുപേരും നന്മയുള്ളവരാണ്, പരസ്പരം ഏറ്റുമുട്ടുന്നത്, ഒരാൾ പിടിക്കാനും മറ്റേ ആൾ പിടി കൊടുക്കാതിരിക്കാനും. അപ്പോൾ അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് വിജയിക്കുന്നു, ശരിയായ ക്രിമിനൽ ആരാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ ക്രിമിനലും വിജയിക്കുന്നു. അത് കണ്ടെത്തിയാൽ പോലും എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഞാൻ ലൂപ്പ് ഹോൾ ഇട്ട് അതിൽ നിന്ന് ഒഴിവായിരിക്കണമെന്ന്. ഈ സെയിം സ്റ്റോറിയാണ് ഫിംഗർ പ്രിന്റ്. അതിനകത്ത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഫിംഗർ പ്രിന്റിലെ പ്രോട്ടാഗണിസ്റ്റിനെ ഞാൻ ഗാർഡിയനിലെ ആന്റാഗണിസ്റ്റ് ആക്കി, ഫിംഗർ പ്രിന്റിലെ ആന്റാഗണിസ്റ്റിനെ ഇതിനെ പ്രോട്ടാഗണിസ്റ്റ് ആക്കി. അതായത് ഫിംഗർ പ്രിന്റിൽ കൊല നടത്തിയ ആളാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്, നായകനായിട്ട് വരുന്ന കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ. അത് നേരെ തിരിച്ചിട്ടു. കൊല നടത്തിയ ആളാണ് ഗാർഡിയനിൽ നമ്മുടെ നായകൻ, പുള്ളിയെ പിടിക്കാൻ വരുന്ന പോലീസ് ഓഫീസർ അതിൻ്റെ എതിരാളിയായി. ഇത് സ്റ്റോറി മേക്കിങ്ങിൽ ഞങ്ങൾ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന ഒരു ബേസിക് ടെക്നിക്കാണ്. ഇത് ഞാൻ തന്നെ ഫിലിം സ്കൂളിൽ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഗാർഡിയനൊക്കെ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇത് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഈ ഫിംഗർ പ്രിന്റിൻ്റെ സെയിം സ്റ്റോറി തന്നെയാണ് ഗാർഡിയൻ, ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ.